എൻ്റെ പേര് സൈദലി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ക്വാണ്ടിറ്റി സർവേയർ, ഒരു ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈസിലി യൂസ് ചെയ്യാൻ പറ്റിയ ഒന്ന് രണ്ട് ഇക്വേഷൻസ് ആണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രൈസ് ലിസ്റ്റിൽ നിന്നും നമുക്ക് എങ്ങനെ നമുക്ക് വേണ്ടുള്ള ഒരു ഐറ്റത്തിന്റെ മാത്രം ഡീറ്റെയിൽ, അതിപ്പോൾ പ്രൊഡക്റ്റ് നെയിം ആയാലും പ്രൊഡക്റ്റ് ഡീറ്റെയിൽ ആയാലും സൈസ് ആയാലും അതിന്റെ പ്രൈസ് ആയാലും നമുക്ക് ആ ഒരു ഐറ്റത്തിന്റെ മാത്രം ഡീറ്റെയിൽ എങ്ങനെ നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ഒരു പ്രൈസ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റിയ ഐറ്റംസിന്റെ എണ്ണം അധികമാണ്. അപ്പൊ അതിൽ നിന്നും നമുക്ക് വേണ്ടുള്ള ഐറ്റത്തെ മാത്രം നമ്മൾ എങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, നമുക്ക് ബേസിക് ആയിട്ട് ചെയ്യാൻ പറ്റിയ ഓപ്ഷൻ, ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഹെഡിങ് ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നമുക്ക് ഫിൽട്ടർ കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ ഐറ്റത്തിന്റെ കോഡ് മാത്രം വെച്ചിട്ട് നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യുക. നമുക്ക് ആ ഐറ്റത്തിന്റെ കോഡ് അറിയാമെങ്കിൽ ആ ഒരു ഐറ്റം കോഡ് മാത്രം നമ്മൾ സെർച്ച് ചെയ്തിട്ട് നമുക്കത് ഫിൽട്ടർ കൊടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പം ഞാൻ കൊടുത്ത ആ ഒരു ഐറ്റം കോഡ് മാത്രം വെച്ചിട്ടാണ് എനിക്ക് ആ ഒരു ഐറ്റത്തിന്റെ ഡീറ്റെയിൽ വന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ഇതിലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ഒരു ഡീറ്റെയിലിനെ വേറൊരു എക്സൽ ഷീറ്റിലോട്ടോ വേറൊരു ടേബിളിലോട്ടോ കൊണ്ടുപോകാനായിട്ട് എനിക്ക് ആ ഒരു ഐറ്റം കോഡ് വെച്ചിട്ട് ആ ഒരു ഐറ്റത്തിന്റെ പ്രൊഡക്റ്റ് നെയിമും പ്രൊഡക്റ്റ് പ്രൈസും മറ്റു ഡീറ്റെയിൽസും നമുക്ക് എടുക്കാൻ പറ്റും. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വി ലുക്കപ്പ് എന്നുള്ളൊരു ഇക്വേഷൻ ആണ്. അതിനായി ആദ്യം ഇസിക്കൽ ടു കൊടുത്തതിന് ശേഷം വി ലുക്കപ്പ് എന്നുള്ള ഒരു ഫോർമുല സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് അതിന്റെ വി ലുക്കപ്പ് വാല്യൂ. അതിൽ എനിക്ക് കിട്ടേണ്ട പ്രൊഡക്റ്റ് ഡീറ്റെയിൽ എന്ന് പറയുന്നത് ഈ ഒരു കോഡിന്റെ ആണ്. സോ ഞാൻ ആ ഒരു കോളം സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫോം കൊടുക്കുന്നു. അടുത്ത നമ്മൾ കൊടുക്കേണ്ടത് ടേബിൾ അറയാണ്. ഏത് ടേബിളിൽ നിന്നാണ് നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് ഡീറ്റെയിൽ കൊണ്ടുവരേണ്ടത് എന്നുള്ളതാണ്. അതിനായി ഞാൻ ഈ ഒരു ടേബിൾ ഫുള്ള് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു, വീണ്ടും ഫോം കൊടുക്കുന്നു. അടുത്ത നമ്മൾ കൊടുക്കേണ്ടത് കോളം ഇൻഡെക്സ് നമ്പറാണ്. ഈ ഒരു ടേബിളിൽ നിന്നും നമുക്ക് എത്രാമത്തെ കോളത്തിലെ ഡീറ്റെയിൽ ആണ് ഇവിടെ കൊണ്ടുവരേണ്ടത് എന്നുള്ളതാണ്. എനിക്കിപ്പോ ഈ ഒരു കോഡിന്റെ പ്രൊഡക്റ്റ് നെയിം ആണ് ഇവിടെ കൊണ്ടുവരേണ്ടത്. സോ ഞാൻ ആ ഒരു ടേബിളിൽ രണ്ടാമത്തെ കോളാണ് പ്രൊഡക്റ്റ് ആയിട്ട് കിടക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ 2 കൊടുത്തിട്ട് കോമ കൊടുക്കും. അടുത്ത ഡീറ്റെയിൽ നമ്മൾ കൊടുക്കേണ്ടത് ട്രൂ ഓർ ഫോൾസ്. അതിൽ എനിക്കിവിടെ വേണ്ടത് എക്സാക്ട് മാച്ച് ആണ്. ഈ ഒരു കോഡിന്റെ എന്തുവാണോ ഡീറ്റെയിൽ അതാണ് എനിക്ക് ഇവിടെ കൊണ്ടുവരേണ്ടത്. അതുകൊണ്ട് ഞാൻ അവിടെ എക്സാക്ട് മാച്ച് ഡബിൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മൾ ആ ഒരു ഇക്വേഷൻ ക്ലോസ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. ഇപ്പോൾ എനിക്ക് ഈ ഒരു കോഡ് 545L എന്നുള്ള ഒരു കോഡ് വെച്ചിട്ട് എനിക്കിവിടെ അതിന്റെ ആ ഒരു ഐറ്റം പാനൽ ആണെന്നുള്ളത് കിട്ടി. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഐറ്റത്തിന്റെ പ്രൈസ് നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. അതിനായി വി ലുക്കപ്പ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് ഈ ഒരു കോഡ് നമ്പർ തന്നെയാണ്. കോമ കൊടുക്കുക, ആ ഒരു ബോക്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക, വീണ്ടും കോമ കൊടുക്കുക. അടുത്ത കോളം ഇൻഡെക്സ് നമ്പർ, ഇവിടെ മൂന്നാമത്തെ കോളാണ് പ്രൈസ് ആയിട്ട് കിടക്കുന്നത്. സോ ഞാൻ അവിടെ 3 കൊടുത്തു, കോമ കൊടുത്തു. ഇവിടെ എക്സാക്ട് മാച്ച് ഡബിൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഞാൻ ഒരു ഇക്വേഷൻ ക്ലോസ് ചെയ്തു. എനിക്ക് അവിടെ പാനലിന്റെ പ്രൈസ് എന്നുള്ളത് 40,000 ആണെന്നുള്ളത് കിട്ടി. അതുപോലെ തന്നെ നമുക്ക് ഓരോ ഐറ്റവും നമുക്ക് ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നെക്സ്റ്റ് എടുക്കുമ്പോൾ ഇനി അടുത്ത ഐറ്റത്തിന്റെ കോഡ് ഞാൻ ഇവിടെ അടിച്ചു കൊടുത്തു. 6560 എന്നുള്ളൊരു കോഡ് അടിച്ചു കൊടുത്തു. അതിനുശേഷം ഈ ഒരു ഇക്വേഷൻ നമ്മൾ താഴോട്ട് ഡ്രാഗ് ചെയ്താൽ മതി. സെയിം ഇക്വേഷൻ താഴോട്ട് അപ്ലൈ ആവും. അപ്പം എനിക്കിവിടെ 6560 എന്നുള്ളത് ആ ഒരു സ്ക്രൂ 5 സെന്റിമീറ്ററിന്റെ ആണ്. അതുപോലെ തന്നെ നമ്മൾ പ്രൈസിന്റെ ഇക്വേഷനും താഴോട്ട് ഡ്രാഗ് ചെയ്യും. ഈ ഒരു ഇക്വേഷൻ വരുമ്പോൾ നമുക്കിവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കേണ്ട ഒരു സാധനമുണ്ട്. ഈ ഒരു ടേബിൾ നമുക്ക് ചേഞ്ച് ആവുന്നില്ല. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഓരോന്ന് വെച്ച് ആഡ് ചെയ്ത് ക്യുമുലേറ്റ് ചെയ്ത് പോകും. പക്ഷെ നമുക്ക് ഈ ഒരു ടേബിൾ മാത്രം ഇവിടെ ചേഞ്ച് ആവുന്നില്ല. കാരണം ഈ ഒരു ടേബിളിൽ നിന്ന് തന്നെയാണ് നമുക്ക് വേണ്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എറർ വരാതിരിക്കാൻ വേണ്ടി ഈ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു ടേബിളിന്റെ ഇക്വേഷന് മുമ്പ് നമ്മളൊരു ഡോളറിന്റെ ചിഹ്നം ആഡ് ചെയ്ത് കൊടുക്കുക. C8E25 എന്നുള്ളതാണ് ഈ ഒരു ഡീറ്റെയിൽ. അതിന്റെ മുന്നിൽ നമ്മൾ ഡോളറിന്റെ ആ ഒരു സിമ്പിൾ ആഡ് ചെയ്ത് കൊടുക്കുക. എൻ്റർ കൊടുത്തു. ഇനി ഞാനിത് ഡ്രാഗ് ചെയ്യുമ്പോൾ എനിക്ക് എറർ ഉണ്ടാവില്ല. അടുത്ത ഒരു ഐറ്റത്തിന്റെ 008J എന്നുള്ളൊരു കോഡ് കൊടുത്തു. ഞാൻ അത് വീണ്ടും താഴോട്ട് ഡ്രാഗ് ചെയ്തപ്പോൾ എനിക്ക് കറക്റ്റ് ടിമ്പറിന്റെ ആ ഒരു പ്രൊഡക്റ്റ് നെയിം തന്നെ കിട്ടി. അതുപോലെ തന്നെ പ്രൈസും അതുപോലെ തന്നെ. ഇതാണ് നമ്മൾ വി ലുക്കപ്പ് എന്നുള്ള ടൂൾ കൊണ്ട് ഓരോ ഐറ്റത്തിന്റെയും ഡീറ്റെയിൽ നമ്മൾ ചെയ്യുന്നത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന ഒരു സിമ്പിൾ ടൂളാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ഇത്. നമുക്കിപ്പോൾ
ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് ആ ഒരു ഐറ്റത്തിന്റെ സൈസും മെറ്റീരിയൽ നെയിമും ഒരുമിച്ച് തരുന്ന ഒരു ഐറ്റത്തിന്റെ മെറ്റീരിയൽ നെയിമും സൈസും നമുക്ക് എങ്ങനെ ഈസിലി രണ്ടാക്കി ഡിവൈഡ് ചെയ്യാം എന്നുള്ളതാണ്. ഇതിലിപ്പോ എനിക്ക് PVC പൈപ്പ് 5 mm എന്നുണ്ട്, PVC പൈപ്പ് 8 mm എന്നുണ്ട്. ഇതിൽ എനിക്ക് മെറ്റീരിയൽ നെയിം മാത്രം PVC പൈപ്പ് എന്നുള്ള മെറ്റീരിയൽ നെയിം മാത്രം ഈ ഒരു ബോക്സിലും 5 mm എന്നുള്ള ഒരു സൈസ് ഈ ഒരു ബോക്സിൽ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി ആദ്യം നമ്മൾ ഫസ്റ്റ് ഒരു ഐറ്റത്തിന്റെ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കാം. PVC പൈപ്പ് എന്നുള്ളൊരു നെയിം കൊടുക്കുക. സൈസ് ബോക്സിൽ അതിന്റെ സൈസ് 5 mm എന്നുള്ളത് കൊടുക്കാം. ഇത് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ബോക്സിനെ ഫുള്ളായിട്ട് ഡ്രാഗ് ചെയ്യുക, Ctrl+E പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ബോക്സിലും ഫുള്ളായിട്ട് ഡ്രാഗ് ചെയ്യുക, Ctrl+E പ്രസ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ഐറ്റത്തിന്റെയും നെയിമും സൈസും രണ്ടാക്കി നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. സോ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയത്. താങ്ക് യു.